5 വർഷത്തിലൊരിക്കൽ തെരഞ്ഞെടുപ്പ് കഴിയുമെന്നുള്ള വിശ്വാസം നമുക്കില്ല. അത് ഉമ്മൻചാണ്ടി ആരോഗ്യബോധം വകവെക്കാതെ ഇന്നത്തെ പരിപാടിയിൽ എത്തിച്ചേർന്നാണ് അവർ KPCCയുടെ സെക്രട്ടറി ശ്രീ K. നീലകണ്ഠൻ അവർ ഈ പരിപാടിയിൽ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ഘടക പാർട്ടിയുടെ നേതാക്കളായ ശ്രീ കമ്മാലേട്ടൻ, ജെറ്റോ ബഷീർ വെള്ളിക്കോട്ട്, ജെറ്റോ ജോസഫ്, കൂപ്പൻ ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, കോൺഗ്രസിൻ്റെ KPCC മെമ്പർമാർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, പോഷക സംഘടനയുടെ ജില്ലാ പ്രസിഡന്റുമാരെ ഇന്നത്തെ പരിപാടിയിൽ എത്തിച്ചേർന്ന ഈ ജില്ലയിലെ പ്രധാന നേതാക്കളെ സഹപ്രവർത്തകരാണ്. ഞാൻ ദീർഘമായി ഇന്നും സംസാരിക്കുന്നില്ല. പിയും ഉദ്ഘാടകൻ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അവരോടും അതിനുശേഷം പ്രഭാഷണങ്ങളുമെല്ലാം ഉമ്മൻചാണ്ടി സാറുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിക്കും. ഒന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരു പൊതുപ്രവർത്തനം എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് എന്ന് പ്രവർത്തനത്തിൽ എല്ലാവർക്കും വരച്ച് കാട്ടിയ പ്രവർത്തനത്തിൽ കാണിച്ചു തന്ന അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് മരണങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി മാത്രം മരിക്കുകയും ചെയ്ത ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി സാർ എന്നാണ് അദ്ദേഹം മരിച്ചത് മുതൽ ഇന്ന് വരെ അദ്ദേഹത്തിനുള്ള വാത്സല്യം, അദ്ദേഹത്തിനുള്ള താല്പര്യം, അദ്ദേഹത്തിനുള്ള കടപ്പാട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ അദ്ദേഹത്തോട് പ്രാർത്ഥന എന്നാണ് ചിന്തിക്കുന്നത്. വിപ്ലവകരമായ പല ചർച്ചകളും നടന്നു. വ്യാപകമായി പര്യടനം നടക്കുന്ന ഒരു കാലത്ത് കോൺഗ്രസ് പിന്തിരിപ്പന്മാരുടെ പാർട്ടിയാണ്, ബൂർഷ്വാസികളുടെ പാർട്ടിയാണ്, സമ്പന്നന്മാരുടെ പാർട്ടിയാണ്. ഈ പാർട്ടിക്കകത്ത് ചെറുപ്പക്കാർക്ക് യാതൊരു അംഗീകാരവുമില്ല. ഇത് കടൽ കിഴവന്മാരുടെ ഒരു സംഘമായി കേരളത്തിലെ കോൺഗ്രസിനെ പലരും ചിത്രീകരിച്ച കാലയളവിൽ യൂത്ത് കോൺഗ്രസ് അതിശക്തമായി കോൺഗ്രസിനകത്ത് ആഭ്യന്തരമായ പോരാട്ടം നടത്തി. ആ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് കേരളത്തിൽ ആദ്യമായി 5 ചെറുപ്പക്കാർക്ക് അസംബ്ലിയിൽ മത്സരിക്കാൻ സീറ്റ് കൊടുത്തത്. ആ 5 സീറ്റും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദുർഘടമായ 5 സീറ്റുകളാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ആഴത്തിൽ പേരുള്ള സീറ്റുകളാണ് 5. ആ 5 സീറ്റുകളിൽ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ വളർന്നു വന്ന കേരളത്തിലെ ജനങ്ങളുടെ മുക്തകണ്ഠമായ പ്രശംസ പിടിച്ചുപറ്റി ജനപക്ഷത്ത് നിൽക്കുന്ന ജനകീയ നേതാക്കന്മാരാണെന്ന് ജനം വിലയിരുത്തിയ ആ 5 നേതാക്കന്മാർ മത്സരിച്ച 5 മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് ആഴത്തിൽ പേരുള്ള 5 മണ്ഡലങ്ങളിലും 5 ചെറുപ്പക്കാരൻ ജയിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. 1970 യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരിക്കുന്ന കാലത്താണ് ആദ്യമായി ഉമ്മൻചാണ്ടിക്ക് അടക്കം 5 പേർക്ക് സീറ്റ് കിട്ടുന്നത്. അന്ന് പുതുപ്പള്ളിയിലെ MLA ശ്രീ EM ജോർജ്. അതുപോലെ കൊട്ടാരക്കര നിങ്ങൾക്കറിയാം R ബാലകൃഷ്ണപിള്ള ഒരു തട്ടകമാണ്. ചേർത്തല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആഴത്തിൽ പേരുള്ള സ്ഥലമാണ്. കണ്ണൂർ അതുപോലെ തന്നെ. കോഴിക്കോട് ബാലുശ്ശേരിയൊക്കെ ഓണം കാലമുറകളാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അന്ന് കേരളത്തിൽ 5 സീറ്റ് കൊടുത്തവരിൽ പ്രമുഖനായ നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി. രണ്ടാമത് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു ശ്രീ കൊട്ര ഗോപാലകൃഷ്ണൻ. മൂന്നാമത് ശ്രീ AK ആന്റണി. നാലാമത് ശ്രീ N രാമകൃഷ്ണൻ കണ്ണൂർ. അദ്ദേഹം അന്ന് എടക്കാടാണ് മത്സരിച്ചത്. കോഴിക്കോട് ബാലുശ്ശേരിയിൽ ശ്രീ AC ഷൺമുഖദാസ്. ഈ 5 സീറ്റും ഇടതുപക്ഷങ്ങൾക്ക് ആധിപത്യമുള്ള സീറ്റാണ്. 5 സീറ്റുകളിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായി മത്സരിപ്പിച്ച 5 പേര് ജയിച്ചു. 1967 കേരളത്തിലെ സപ്തകക്ഷി മുന്നണിയെ പൊളിച്ച് ശ്രീ K. കരുണാകരനാണ് കേരളത്തിലെ ഐക്യമുന്നണി ഉണ്ടാക്കിയത്. അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന EMSന്റെ ഗവൺമെന്റിനെ അട്ടിമറിച്ച് ജനാധിപത്യ മാർഗത്തിലൂടെ രാഷ്ട്രീയമായ പുനരേകീകരണത്തിന് വഴിയുണ്ടാക്കി. ഇടതുപക്ഷ ജനാധിപത്യത്തിൽ നിന്ന് ഒരു പോളറൈസേഷൻ ഉണ്ടാക്കി. ആ പോളറൈസേഷന്റെ ഫലമായിട്ടാണ് 9 അംഗങ്ങൾ
മാത്രമുണ്ടായിരുന്ന ഐക്യമുന്നണി ഇടതുപക്ഷ ഗവൺമെന്റ് മുന്നണിയെ പൊളിച്ച് ശ്രീ അച്യുത് മേനോനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കി കൊട്ടാരക്കരയിൽ നിർത്തി ജയിപ്പിച്ച് MLA ആക്കി ആ ഭരണമാണ് 1970 വീണ്ടും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. ശ്രീ അച്യുത് മേനോന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഗവൺമെന്റിൽ ആദ്യത്തെ 3 വർഷക്കാലം കോൺഗ്രസ് പങ്കാളികളായില്ല. അങ്ങനെ 1970 പാർലമെന്ററി ജീവിതം ആരംഭിച്ച ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം മരിച്ചതിന് ഇവിടെ ശ്രീ പ്രഭാകരൻ സൂചിപ്പിച്ചു. 2023 ജൂലൈ മാസം 18-ാം തീയതിയാണ് അദ്ദേഹം ഒരേ അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് 12 പ്രാവശ്യം തുടർച്ചയായി മത്സരിച്ച 12 പ്രാവശ്യവും ജയിക്കുകയും മരിക്കുന്നതുവരെ ആ മണ്ഡലം നിലനിർത്തുകയും മരണാനന്തരവും വേണമെങ്കിൽ പറയാം ആ മണ്ഡലം നിലനിർത്താൻ അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് സാധിക്കുകയും ചെയ്ത കേരളത്തിലെ ഏറ്റവും വലിയ നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി. ജനങ്ങൾക്കായി നീക്കിവെക്കുന്നത്. അപ്പൊ കേരളത്തിൽ 2 വർഷത്തിലൊരിക്കൽ ഗവൺമെന്റുകൾ മാറി മാറി വരുന്ന സാഹചര്യം സംസ്ഥാനത്ത് 2 കൊല്ലം അതിനുശേഷം വന്ന ഗവൺമെന്റ് ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. അത് ശ്രീ അച്യുത് മേനോൻ ആദ്യമായി 5 വർഷക്കാലം പൂർത്തിയാക്കി അടിയന്തരാവസ്ഥയുടെ 2 കോടി 7 വർഷക്കാലം ഇന്ന് എല്ലാവരും പറയുന്ന കേരളത്തിൽ തുടർഭരണം കാഴ്ചവെച്ച കടന്നുപോയി എന്നാണ് ഗോപാലയുടെ കുറിച്ച് പറയുകയും അദ്ദേഹത്തിന്റെ വിലാപയാത്ര എന്ന് പറയുന്നത് ആധുനിക ലോകങ്ങളുടെ ഏറ്റവും വലിയ വിലാപയാത്രയിലൊന്ന്. അങ്ങനെ ഒന്ന് കഴിഞ്ഞത് ഒരുപക്ഷേ ലോകത്ത് ഒരു രാഷ്ട്രീയ നായകന്റെ വിലാപയാത്ര ഉമ്മൻചാണ്ടി സാറിന്റെ വിലാപയാത്രയോളം വൈദ്യുല്യമാർന്ന ഒരു വിലാപയാത്ര രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയം. അത് അപൂർവം തന്നെയാണ്. അതിന്റെ ഒരു പങ്കാളിത്തം. അതുപോലെ എന്തുകൊണ്ട് സംഭവിച്ചു നേരത്തെ പ്രിയപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞല്ലോ, അദ്ദേഹം മരണാനന്തരം ഒരു കൺഫിഗറായി വരുന്നു, അദ്ദേഹത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നു, നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കിട്ടാതെ പോയതൊക്കെ തിരിച്ചു കിട്ടാൻ വേണ്ടി ജനങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ നിവേദനമാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ മരണാനന്തരം അദ്ദേഹത്തിന്റെ ശവകുടീരത്തിൽ പോയി നിവേദനങ്ങൾ സമർപ്പിക്കുന്നു. ഈ ഒരു തരത്തിലൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന് വരുന്ന മാറ്റം ഒരർത്ഥത്തിൽ അദ്ദേഹത്തോടുള്ള ചെയ്തു പോയ തെറ്റിന് ഒരു ജനത മാപ്പ് ചോദിക്കുകയായിരുന്നു എന്നാണ് യഥാർത്ഥത്തിൽ സാധ്യം. മാപ്പ് ചോദിക്കുകയായിരുന്നു, കൊടുക്കണേ എന്ന് പറയുകയാണ്. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനാണ് എന്നെ ഇങ്ങനെ വേട്ടയാടിയത് എന്ന് വളരെ വ്യക്തിപരമായി അദ്ദേഹം ചോദിച്ചതായി എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തോട് അങ്ങനെ വലിയ തോന്നുന്ന ഇടപെടുകയില്ല. ആകെപ്പാട് ഉമ്മൻചാണ്ടി സാറുമായിട്ട് ഞാൻ ഫോണിൽ 10 മിനിറ്റ് സംസാരിക്കുന്നത് ചന്ദ്രശേഖരൻ ഭാഗം കഴിഞ്ഞ ഉടനെ ഉണ്ടായിരുന്ന ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പൊ എനിക്ക് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വലിയ ആശങ്കയായി. കാരണം ആ ഉപതെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ UDF വിജയം കിട്ടിയില്ലെങ്കിൽ ഒരുപക്ഷെ ഈ കൊലപാതകമായിരുന്നു ശരിയെന്ന ഈ രീതിയിലേക്ക്, ചന്ദ്രശേഖരൻ വധമായിരുന്നു ശരിയെന്ന രീതിയിലേക്ക് പിന്നീട് അത് മാറുകയും അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ മണ്ഡലം എന്ന് പറയുന്നത് കുറച്ചുകൂടി തീഷ്ണമായ ആശയ ലോകത്തേക്ക് കടന്നു വരികയും അപകടകരമായി മാറുകയും ചെയ്യുമായിരുന്നു എന്ന ആശങ്ക ഞാൻ പങ്കുവച്ചപ്പോൾ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മെല്ലെ പുറത്തിറങ്ങി എന്റെ സുഹൃത്തായിട്ടുള്ള CP മുഹമ്മദിനെ വിളിക്കുകയും അദ്ദേഹം ഉമ്മൻചാണ്ടി സാറിന് അദ്ദേഹത്തിന്റെ ഫോൺ കൊടുക്കും. അപ്പൊ എന്നോട് പറഞ്ഞ്, സുരേന്ദ്രൻ വിഷമിക്കേണ്ട, നമ്മൾ ഇതിനൊക്കെ നമ്മൾ മറികടക്കുക തന്നെ ചെയ്യും, പ്രതീക്ഷ നിർഭരം തന്നെയാണ് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ് ഞാൻ ഇന്ന് ഓർക്കുക. അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അദ്ദേഹം കൊണ്ടുവന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. അത് പക്ഷേ ഏറ്റവും നന്നായി സംസാരിക്കാവുന്നത് രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെ ഉമ്മൻചാണ്ടി സാറിന് വലിയ കവചം പിടിക്കുകയാണ്. കവചം അദ്ദേഹം ഒരു ഇതെന്താ പറയാ, അദ്ദേഹം ഒരു ഉപകാരസ്മരണമായി ചെയ്തു എന്നുള്ളത് ഒരു സത്യം അല്ലേ. മഹാസത്യങ്ങൾ മൂടി വയ്ക്കപ്പെടുന്ന കാലഘട്ടത്തില് അത് ഏത് സ്വർണപാത്രം കൊണ്ടായാലും മൂടി വെച്ചാൽ ആ സ്വർണപാത്രം തന്നെ തട്ടിത്തെറിപ്പിച്ച് സത്യം കാണിച്ചു
കൊടുക്കണം എന്ന് പറയുന്ന ആ യാജ്ഞവൽക്യന്റെ ആ ഒരു സിദ്ധാന്തം ഉണ്ടല്ലോ, അതുപോലെ അതാണ് അദ്ദേഹം നിർവഹിച്ചൊരു കാര്യം. കാരണം അദ്ദേഹം പല രീതിയിൽ വേട്ടയാടപ്പെട്ട ആളുകളാണ്. ആ വേട്ടയാടപ്പെടുന്നു. ഉമ്മൻചാണ്ടി സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വേട്ടയാടപ്പെടാൻ ഒരു കാരണവുമുണ്ടായിരുന്നു. ഒരുപക്ഷെ കേരളത്തിന്റെ രാഷ്ട്രീയ സാധാരണ നമ്മൾ പറയുന്നത് സമവാക്യങ്ങൾ തന്നെ മാറി മറിഞ്ഞേക്കുമെന്ന വല്ലാത്തൊരു ഭയം ഉണ്ടായിരുന്നു. ഈ ജനനായകനെ കഴിഞ്ഞാലിടാൻ വേറെ ഒരു മാർഗമില്ല. അപ്പോഴൊക്കെയാണ് നമ്മുടെ ചരിത്രത്തിൽ രാഷ്ട്രീയമായി സംസാരിക്കുന്നതിന് പകരം രാഷ്ട്രീയ ഭാഷ അശ്ലീല ഭാഷകളായി മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോഴാണ് അത്തരം അശ്ലീലങ്ങൾ എപ്പോഴും പ്രയോഗിക്കപ്പെടുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, ചന്ദ്രശേഖര പദം കഴിഞ്ഞതിന് ശേഷം എനിക്ക് കിട്ടിയ ഒരു പ്രത്യേകമായ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ തുറന്നു പറയാൻ സ്ത്രീകളെ അപമാനിക്കാനായി നിൽക്കുകയാണെന്നും ഒന്ന് ദയവ് ചെയ്ത് എന്റെ സഹോദരന്മാരെ കരുതരുത്. അത് വന്നപ്പോൾ എനിക്ക് 2 നിർദ്ദേശങ്ങൾ കിട്ടി. അതിനുശേഷം പിന്നീട് ഞാൻ എൻ്റെ സ്കൂളിലെ ഒരു ലേഡി ടീച്ചറെയും ഞാൻ ലൈബ്രറി വെച്ച് കണ്ടിട്ടില്ല, പിന്നെ എന്താ പറയുക ലാബിൽ വെച്ച് കണ്ടിട്ടില്ല. ഞാൻ വരാന്തയിൽ വെച്ച് മാത്രമേ പിന്നീട് ഞാൻ BRS എടുത്ത് ഇറങ്ങുന്നത് വരെ അവിടെ വെച്ച് ഞാൻ കണ്ടിട്ടുള്ളൂ എന്നത് എനിക്ക് കിട്ടിയ ഒരു നിർദ്ദേശത്തിന്റെ ഫലമായി. അതൊക്കെ ഉപയോഗിക്കും, ഏത് ഹീനമാർഗങ്ങളും ഉപയോഗിക്കും. അത് അതാണ് പ്രാക്ടിയില്ല, രാഷ്ട്രീയമായി സംസാരിക്കാം. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇത് ഒരു വലിയൊരു ആഘോഷകനായി മാറുകയാണെന്നും കഴിഞ്ഞാടാൻ പറ്റില്ല എന്നുള്ള ഒരു ഭയത്താലാണ് യഥാർത്ഥത്തിൽ അങ്ങനെ കൊണ്ടുവന്നത്. ആ കൊണ്ടുവന്നപ്പോ ആ മുണകൾക്കൊപ്പം നിന്ന് ജനതയാണ് ഈ വിലാപയാത്രയിൽ പങ്കെടുത്തുകൊണ്ട് കൈകൂപ്പി നിന്നതും കരഞ്ഞതും അത് തന്നെയാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയും ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറുണ്ട്. KSUവിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലാണ് EMS മന്ത്രിസഭ നേരിട്ട ഏറ്റവും വലിയ വിദ്യാർത്ഥി സമരം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി തിരികൊളുത്തിയ സമരമായിരുന്നു. ഇന്ന് നമ്മുടെ ചരിത്രത്തിൽ മറന്നു തുടങ്ങുന്നത് ഒരാള സമരം എന്ന് പറയുന്ന ആ സമരം. വോട്ടിന്റെ ചാർജ് വർദ്ധിപ്പിച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികള് തെരുവിലിറങ്ങി നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമരം ഒരാള സമരം. പക്ഷേ EMS മന്ത്രിസഭ നേരിട്ടുള്ള ഏറ്റവും വലിയ വെല്ലുവിളി, ജനകീയമായ വെല്ലുവിളി ആ സമരമായിരുന്നു. അത് തൊട്ട് തുടങ്ങുന്ന സമ്പത്ത് അതിൻ്റെ പ്രശ്നമായിരുന്നു. പുതുപ്പള്ളിയിൽ ആദ്യമായിട്ട് മത്സരിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ കെട്ടിവെക്കാനുള്ള പൈസ പെങ്ങളുടെ കയ്യിൽ നിന്ന് കടം മേടിക്കാണ്. പക്ഷെ അത് ബാങ്കിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ആ ചെക്ക് പാസ്സായി കിട്ടിയൊന്നുമില്ല, പണം കിട്ടിയൊന്നുമില്ല. അവസാനം ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് മനോരമയിൽ പോയി സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് കടം മേടിച്ച് പാർട്ടി കൊടുത്ത 21,000 രൂപയും കൊണ്ടാണ് ഈ ഇലക്ഷനെ നേരിടുന്നത്. അതുകൊണ്ട് അതുകൊണ്ട് അവസാന കാലഘട്ടത്തിൽ ഞാനിങ്ങനെ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ട് ആ പള്ളിയിൽ ആ മുഷിഞ്ഞ വേഷവുമായിട്ടിരിക്കുന്ന ആ ജനങ്ങൾക്കൊരു ഇടയിൽ ഒരാളായി മാത്രം ഇരിക്കുന്ന അത് ഒന്നിനെയും ഭയപ്പെട്ടില്ല. നമ്മൾ പറയുന്നത് ഞാനിപ്പോഴും ഓർക്കുന്നത് പുരുഷേ രാഹുൽ ഗാന്ധി ശ്രീമാൻ മോഡി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നത് അങ്ങ് സ്നേഹം കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾ വെറുപ്പിന്റെ പ്രചാരകനായി മാറുന്നത് എന്ന അർത്ഥത്തിൽ അദ്ദേഹം സംസാരിക്കുന്നത്. അവിടെയാണ് ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ആളുകൾ പ്രത്യേകിച്ചൊരു ഭാഗ്യവതി പ്രവൃത്തി. അത് വളരെ പ്രധാനമായ കല്ലെറിഞ്ഞ ആളുകളെയും കുട്ടികളുടെ കാരണത്താൽ പ്രതിഷേധിക്കാനുള്ള അവകാശം ജനതയ്ക്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് രാഷ്ട്രീയക്കാർ തീർച്ചയായിട്ടും മനസ്സിലാവും. രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചാരകനോ ആരുടെയും ബ്രാൻഡ് അംബാസിഡറോ അല്ല. രാഷ്ട്രീയ നേതാക്കളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം, ജനസംഖ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തെരുവിലിറങ്ങി പ്രതിനിധിക്കുകയില്ലാതെ അവർക്ക് മാർഗം ഇല്ലാതെ വന്നാൽ അവർ പ്രതിഷേധിക്കുക തന്നെ ചെയ്യും. അതിന് അവകാശം ഒരു വിട്ടുകൊടുക്കണം, കരിങ്കൊടി കാണിക്കാനുള്ള അവകാശം വിട്ടുകൊടുക്കണം. അല്ലാതെ കരിങ്കൊടി കാണിക്കുമ്പോൾ നിങ്ങൾ പ്രകോപിതരാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു രാഷ്ട്രീയ നേതാവായി അനാഥയായി മാറിക്കഴിഞ്ഞു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വയ്ക്കുകയാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ പറ്റേണ്ട കാര്യമില്ല. ഞാൻ എപ്പോഴും പറയാം ശ്രീ KV ഗംഗാധരൻ, ശ്രീ സംസ്ഥാന ചെയർമാൻ ശ്രീ രമേശൻ കരിവാച്ചേരി.